ഇതൊരു പ്രത്യേക രീതിയിലുള്ള സിനിമയാണ്. അത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ കാണുമ്പോൾ എന്നോട് പറയുക. നമ്മുടെ ഓടുമുദ്ര ഒരിക്കലും ഓട്ടം നിർത്താണ്ട് ഒരുപാട് നാളോടട്ടെ. നിങ്ങളുടെ ഈ സെലിബ്രേഷൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇറ്റ്സ് ഗ്രേറ്റ് ടു ബി ഹിയർ. ഒബിയസ്ലി വന്നിരിക്കുന്നത് ഞങ്ങളുടെ സിനിമ ഓടും കുതിരനെ പറ്റി സംസാരിക്കാനാണ്. ഇതൊരു ജോളി സിനിമയായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പൊട്ടിച്ചിരിക്കാൻ പറ്റിയ ഒരു സിനിമയായിരിക്കും. റൊമാൻസ് ഉണ്ട്, ഫഹദ് ഉണ്ട്, ലാൽ സാർ ഉണ്ട്. So much to enjoy in this film. So സമയം കിട്ടുമ്പോൾ ഈ ഓണം please go watch it in cinemas and I hope you enjoy it. So first time on screen with ഫഹദിക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ for all of us? അങ്ങനെ ചോദിച്ചാൽ it's a very long answer. ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ it was a really big learning experience for me. Thank you. Thank you so much. ഓടും കുതിര ചാടും കുതിര എന്ന ഞങ്ങളുടെ സിനിമയുടെ ഒരു സെലിബ്രേഷനായിട്ട് കമ്പൈൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ ഇനിയും 2 പേര് വരേണ്ടതായിരുന്നു. സംവിധായകൻ അൽത്താഫും നിർമ്മാതാവ് ആഷിഖ് ഉസ്മാനും വരേണ്ടതായിരുന്നു. 2 പേരും എത്തിയില്ല. ഞങ്ങൾ ഓടി വന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഞങ്ങളെ വിളിച്ചതിനുള്ള സന്തോഷം. 2, ഞാൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയെ പറ്റി എനിക്ക് നിങ്ങളോട് വന്ന് പറയണമെന്ന് തോന്നുന്നു. ഇതൊരു പ്രത്യേക രീതിയിലുള്ള സിനിമയാണ്. അത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ മൈ ഓൺലി റിക്വസ്റ്റ് ഇസ് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോട് പറയുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ കാണുമ്പോൾ എന്നോട് പറയുക. താങ്ക് യു. സിനിമ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അതോറിറ്റീസിന് നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഡയറക്ടർ അൽത്താഫ് സലീം കൂടെ വരേണ്ടായിരുന്നു. നമ്മൾ 4 പേര് വരും എന്നുള്ളതായിരുന്നു. അപ്പോൾ അൽത്താഫ്, അതായത് 29-ാം തീയതി റിലീസുള്ളത് കൊണ്ടിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ സ്ട്രക്കായി പോയി, പുള്ളിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അതൊന്ന് നിങ്ങളോട് അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. 29-ാം തീയതി ഈ നമ്മുടെ സിനിമ ഓടും കുതിര ചാടും കുതിര റിലീസാവുകയാണ്. ഞാൻ ഒരാളോട് റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് ആവേശം കഴിഞ്ഞിട്ട് ഫഹദിൻ്റെ ഒരു വലിയ സ്കെയിലില് ഒരു അബ്സല്യൂട്ട് സെലിബ്രേഷൻ, ഓക്കെ, ലൈക്ക് ഒരു സെലിബ്രേഷൻ സീസണിൽ ഇറങ്ങുന്ന ഒരു ഫുൾ ഓൺ എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും ഓടും കുതിര ചാടും കുതിര. ഇപ്പോൾ സാധാരണ സിനിമകൾ നമ്മൾ കുഞ്ഞു സിനിമകളൊക്കെ OTT കാണാമെന്നൊക്കെ പറഞ്ഞിരിക്കുമല്ലോ. പക്ഷേ ഓടും കുതിരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലോജിക്ക് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊരു ഗ്രൂപ്പായിട്ട് തിയേറ്ററിൽ പോയിരിക്കുക, ഉച്ചത്തിൽ ചിരിക്കുക, എൻജോയ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ സോണിലെ ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും 29-ാം തീയതി തന്നെ മറ്റേ ഫുൾ ടീമായിട്ട് സിനിമ കാണാൻ പോവുക. മറ്റേ എന്താ പറയുക, നമ്മുടെ ഓടും കുതിര ഒരിക്കലും ഓട്ടം നിർത്താണ്ട് ഒരുപാട് നാളോടട്ടെ. സോ താങ്ക് യു വൺസ് അഗൈൻ. ഹാപ്പി ഓണം. എനിക്ക് തോന്നുന്നു സ്ട്രെസ് ഫ്രീ ആയിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന, ഒരുപാട് ചിരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും. എനിക്കൊരു ചെറിയ ചോദ്യം കൂടി ഉണ്ട്. ഒരു പക്ഷേ ഈ ചോദ്യം ഒരുപാട് കേട്ടിട്ടുണ്ടാവും, എന്നാലും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. പ്രേമം എന്ന സിനിമയ്ക്ക് ശേഷം അല്ലേ അൽത്താഫുമായിട്ട് ഇങ്ങനെ ഒരു, അല്ലേ? പ്രേമം എന്ന സിനിമയ്ക്ക് ശേഷം അൽത്താഫായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ല, അങ്ങനല്ല, എങ്ങനെ ഇരിക്കണമേ. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൽത്താഫ് ഇങ്ങനെ ഒരു സിനിമയിലേക്ക്, അതായത് അൽത്താഫ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിലേക്ക്. പ്രേമം എന്ന സിനിമ ഇറങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞിട്ടോ? അല്ല, ഞാൻ അൽത്താഫായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് സീൻ ഉണ്ടായിരുന്നില്ല പ്രേമത്തില്. അൽത്താഫിനെ കണ്ടു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നെ ഈ സിനിമയിൽ ഇങ്ങനെ ഒരു വേഷം വന്നു കഴിഞ്ഞപ്പോൾ അത് എനിക്ക് സൂട്ടാവുന്ന തോന്നി, അങ്ങനെ വിളിച്ചതാണ്. അടിപൊളി, സൂപ്പർ. പേര് ദേവിക. ആരോടാ ചോദ്യം ചോദിക്കാണ്? ചോദ്യം. ഹായ്, ആവേശത്തിലെ ഇല്ലുമിനാറ്റി സോങ്ങിന് ഞങ്ങളോട് ഒന്ന് ഡാൻസ് ചെയ്യോ? ഞാൻ ക്രിസ്മസിന് പാൻസ് ഒക്കെ ഇട്ടിട്ട് പറ്റില്ല ഞങ്ങളോട് എന്ത്. ആരാണ് ചോദിക്കാൻ പോകുന്നത്? യെസ്. എൻ്റെ പേര് ശ്രീശ്. ഞാൻ BCom ലോജിസ്റ്റിക്സ് കോഴ്സാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഫാഫേൻ്റെ കൂടെ ഒരു പിക്ക് എടുക്കണമാണ്. ആക്ച്വലി ഹോൾ ക്രൂ ആയിട്ട്. പ്രിൻസിപ്പളിനോട് ചോദിക്കേ.